ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും നമസ്കാരം. ഉസ്ബെക്കിസ്ഥാനിലെ 4ാമത്തെ ദിവസമാണ്. ഇന്നലെ ബുഖാറയിൽ നിന്ന് തിരിച്ച് ഇവിടെ സമർഖണ്ഡിൽ ഉച്ചയ്ക്കാണ് എത്തിയത്. ഉച്ചയ്ക്ക് ശേഷം ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് രാത്രി ബീബി ഖാനത്തിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ അവിടെ നിർഭാഗ്യവശാൽ അത് വെള്ളിയാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം റൂമിലേക്ക് വന്നു. അന്ന് വന്നിരുന്ന് താമസിച്ച ഹോട്ടലിൽ തന്നെയാണ് താമസിച്ചത്. ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ ഉസ്ബെക്കിസ്ഥാൻ്റെ തലസ്ഥാനമായ താഷ്കെൻഡിലേക്കും അവിടുത്തെ കാഴ്ചകളിലേക്കും പോവുകയാണ്. അപ്പം ഇനി ബാക്കിയുള്ള താഷ്കെൻഡിലേക്കുള്ള വഴികളും താഷ്കെൻഡിലെ കാഴ്ചകളൊക്കെ നമുക്കിന്ന് കാണാം. റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഞങ്ങളെല്ലാവരും ബസ്സിലേക്ക് പോവുകയാണ്. ഇനി ബസ്സിൽ ഇന്ന് താഷ്കെൻഡ് വരെ യാത്രയാണ്. ഏകദേശം 5 മണിക്കൂർ യാത്രയുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ. കഴിഞ്ഞ ദിവസം ഹോട്ടലിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ കാണിച്ചു തന്നാണ്. മിനിഞ്ഞാന്നത്തെ പോലെയല്ല, ഇന്ന് കുറച്ച് വെയിലുണ്ട് എന്നുള്ളൊരു സമാധാനമുണ്ട്. അങ്ങനെ അതുകൊണ്ട് മുന്നിൽ സമർഖണ്ഡ് റെയിൽവേ സ്റ്റേഷൻ. സമർഖണ്ഡ് റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ നമ്മളെ കാത്തിരിക്കുന്ന ബസ്. ഈ പോപ്ലാർ മരങ്ങളിൽ പ്രഭാത വെയിൽ ഇങ്ങനെ അടിച്ചിങ്ങനെ തിളങ്ങി നിൽക്കുന്ന കണ്ടില്ലേ. ആൾക്കാരൊക്കെ എത്തി കുറേ പേര്. സമർഖണ്ഡ് റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലാണ്. ഇവിടുത്തെ റോഡുകളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് രണ്ട് സൈഡിലും മരങ്ങളും ചെടികളും ഒക്കെ വെച്ചിട്ടാണുള്ളത്. മാത്രമല്ല കംപ്ലീറ്റ് റോഡും ഇത് കണ്ട പ്രത്യേക കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ റോഡ് സൈഡിലുള്ള വീടുകളുടെ സ്ഥാപനങ്ങളുടെ മുമ്പിലുള്ള റോഡ് വൃത്തിയാക്കുന്നത് അതത് വീട്ടുകാരും ആ സ്ഥാപന ഉടമകളും തന്നെയാണ്. അപ്പോൾ വീട്ടുകാരെല്ലാവരും ഇന്നലെ പോയപ്പോൾ കണ്ട കാഴ്ചയാണ്. അവരുടെ മുമ്പിലെ റോഡ് കംപ്ലീറ്റ് അവർ രാവിലെ അടിച്ച് വാരി വൃത്തിയാക്കി ഒരില പോലും ഇല്ലാതെ വെക്കുന്നതാണ്. അത് രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്കൊക്കെ അടിച്ച് വരുന്നുണ്ടെന്ന് തോന്നുന്നത്. കാരണം വരുമ്പോഴൊക്കെ ചൂലും കൊണ്ട് ആൾക്കാർ വീടിൻ്റെ മുൻഭാഗത്തെ റോഡ് അടിച്ച് വരുന്നത് കാണുന്നുണ്ട്. കംപ്ലീറ്റ് പൂക്കളൊക്കെ പിടിപ്പിച്ച് മനോഹരമാക്കി വെച്ചിട്ടുള്ളതാണ്. ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല, കാരണം എൻട്രി എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ട് അവിടെ പോയി പെടാൻ വയ്യ. കഴിഞ്ഞ ദിവസം ദുബായിൽ അൽഗുബ ബസ് സ്റ്റേഷൻ്റെ അവിടെ ഡബിൾ ഡെക്കർ ബസ്സുകൾ ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡബിൾ ഡെക്കർ ബസ് ഓടുന്നതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തപ്പോഴത്തേനും അവിടുത്തെ സെക്യൂരിറ്റിയും പോലീസെല്ലാം കൂടെ വന്നിട്ട് അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എടുത്ത വീഡിയോ അവരെന്നെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിച്ചിട്ടാണ് വിട്ടത്. അപ്പോൾ അറിയില്ലല്ലോ ഓരോ നാട്ടിലെങ്ങനെയാണ് നിയമങ്ങൾ നമുക്കറിയില്ല. ആ നാട്ടിലെ നിയമങ്ങൾ നമുക്ക് പാലിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രി ഉള്ളിലേക്ക് ഞാൻ പോകുന്നില്ല. പുറത്തൂടെയുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഞങ്ങളെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി കാണിക്കുന്നത് ഇദ്ദേഹമാണ്. ഗുഡ് നൈം നെയിം നാം നെയിം ഷൗക്കത്ത് എന്നാണ് പേര്. ഉസ്ബെക്കിസ്ഥാൻകാരനാണ്. ഞങ്ങളെ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഇദ്ദേഹമാണ് എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോയി കാണിക്കുന്നത്. അങ്ങനെ യാത്ര നഗരത്തിൽ നിന്ന് വിട്ട് ശാന്തസുന്ദരമായ ഗ്രാമപ്രദേശങ്ങളിലൂടെയായി. ഇരുവശത്തും കൃഷിസ്ഥലങ്ങളാണ്. ആപ്പിളും പരുത്തിയും വാൽനട്ടുമൊക്കെ കൃഷി ചെയ്യുന്ന കൃഷിത്തോട്ടങ്ങളും ചെറിയ ചെറിയ അങ്ങാടികളുമൊക്കെയായി യാത്ര ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കച്ചവട സ്ഥാപനങ്ങളൊന്നും തുറന്നിട്ടില്ല, കാരണം ഇത്രയും രാവിലെയാണ്, മഞ്ഞു മാറി വരുന്നതേ ഉള്ളൂ. മനോഹരമായ വഴി സൈഡൊക്കെ കണ്ട് ഞങ്ങളുടെ യാത്ര ഇങ്ങനെ താഷ്കെൻഡിലേക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇവിടെ ഒരു ചായ കഴിക്കാൻ നിർത്തിയതാണ്. ചായ കഴിക്കാൻ നിർത്തിയതാണ്. ഇവര് ഒരാളാണ് ബ്ലാക്ക് ടീ. വരുന്ന വഴിക്ക് ഒരു ലോക്കൽ മാർക്കറ്റ് കണ്ട് നിർത്തിയതാണ്. ഇവിടെ ഉണ്ടാക്കുന്ന കൃഷിക്കാർ തന്നെ കൊണ്ട് വിൽക്കുന്ന സാധനങ്ങളാണെന്ന് തോന്നുന്നു. പംകിനും അതേപോലെ തന്നെ വാട്ടർമെലോൺ, റോക്ക് മെലോൺ ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു കുഞ്ഞു കടയിലേക്കുള്ള ഇലക്ട്രിസിറ്റി മുഴുവൻ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സോളാർ വെച്ചിരിക്കുകയാണ്. ഈ സോളാറിൽ നിന്ന് ഉപയോഗിച്ചിട്ടാണ് ഈ കടയിലേക്കുള്ള കറണ്ട് അവരെടുക്കുന്നത്. സെൽഫ് സഫിഷ്യൻറ്റ്. ഞങ്ങളിവിടെ നിന്ന് മുറിച്ച് ഇതിൻ്റെ ഒരു കാര്യം കഴിക്കാൻ വേണ്ടി തന്നെ പോവാണ്. നല്ല മധുരമാണ്. റോക്ക് മെലൺ അടിപൊളി മധുരമാണ്. സ്വീറ്റ് മെലൺ കഴിക്കുകയാണ്. ഇത് വളരെ സ്വീറ്റ് മെലൺ മാത്രമല്ല, ഭയങ്കര സ്വീറ്റാണ്. ഭയങ്കര സ്വീറ്റായിട്ടുള്ള സ്വീറ്റ് മെലണാണ്. നമ്മൾ സമർഖണ്ഡിൽ നിന്നും താഷ്കൻഡിലേക്കുള്ള വഴിമധ്യയിലുള്ള വഴിയോര കടയിൽ വെച്ച് കഴിച്ച വളരെ സ്വീറ്റ് ആയിട്ടുള്ള സ്വീറ്റ് മെലൺ. നല്ല തണുപ്പുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടൂല എത്ര മധുരമുള്ളതൊന്നും. ഇതൊരു നല്ല ഫീലിംഗ് അല്ല യാത്രയുടെ ഇല്ല, ഇത് ഫ്രഷാണ് സാധനം. അതാണ് കംപ്ലീറ്റ് ലോക്കൽ മാർക്കറ്റാണ്. എല്ലാം ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ കൊണ്ട് വെച്ചിരിക്കുന്നത്. താഷ്കൻഡിൽ എത്തുന്നതിന് മുമ്പുള്ള ഒരു പ്രധാന കാഴ്ചയിലേക്കാണ് ഞാനിനി നിങ്ങളെ കൊണ്ടുപോകുന്നത്. താഷ്കൻഡ് നഗരത്തിനടുത്തുള്ള ഹസ്രത്ത് ഇമാം കോംപ്ലക്സിലേക്കാണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത്. 16-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ട് വരെയുള്ള ഒരു വാസ്തുവിദ്യാ സ്മാരകമാണ് ഹസ്രത്ത് ഇമാം കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇത് ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കൻഡ് നഗരത്തിലുള്ള ഓൾമസർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സമുച്ചയത്തിൽ മോയി മുബാർക്ക് മദ്രസ, ഖാഫോൾ ഖോഷി ശവകുടീരം, ബറാക്സൺ മദ്രസ, ഹസ്രത്തി ഇമാം മസ്ജിദ്, തില്ല ഷെയ്ഖ് മസ്ജിദ്, ഇമാം അൽ ഖുആരി ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ ഉൾപ്പെടുന്നുണ്ട്. താഷ്കൻഡിലെ ആദ്യ ഇമാം ഖത്തീബ് പണ്ഡിതൻ, താഷ്കൻഡിലെ ആദ്യ ഇസ്ലാമിക് പ്രബോധകരിൽ ഒരാളും കവിയും കലാകാരനുമായ ഹസ്രത്തി ഇമാമിൻ്റെ ശവകുടീരത്തിനടുത്താണ് ഈ കോംപ്ലക്സ് നിർമ്മിച്ചിട്ടുള്ളത്. ചരിത്ര സ്രോതസ്സുകളനുസരിച്ച് ഹസ്രത്തി ഇമാം പൂട്ടുകളും താക്കോലുകളും നിർമ്മിക്കുന്നതിൽ ഒരു വിദഗ്ധനായിരുന്നു. അത് കാരണം അദ്ദേഹത്തിന് പൂട്ടുപണിക്കാരൻ എന്ന അർത്ഥമുള്ള ഖാഫോൾ എന്ന വിളിപ്പേര് ലഭിച്ചതായി പറയപ്പെടുന്നു. അദ്ദേഹം 72 ഭാഷകൾ സംസാരിക്കുകയും പഴയ നിയമം അറബിയിലേക്ക് വിവർത്തനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിസ്കാരത്തിനുള്ള സമയമായതിനാൽ ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും തന്നെ നിസ്കാരത്തിനായി പള്ളിയിലേക്ക് പോയി. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ബാക്കി കാഴ്ചകളിലേക്ക് കാണാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് നിസ്കാരത്തിന് മുമ്പ് ശരീരശുദ്ധി വരുത്തുന്നതിനാവശ്യമായ സൗകര്യമൊരുക്കിയിരിക്കുന്നതാണ്. വളരെ വൃത്തിയും വളരെ മനോഹരമായ രീതിയിലുമാണ്
ഈ അംഗശുചിത്വം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ളവരാണെന്ന് അറിഞ്ഞപ്പോൾ ഇവിടെ ഒരു മുസ്ലിം മതപണ്ഡിതൻ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയും ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ തന്നെ ഞങ്ങൾക്ക് വിവരിച്ചു തരികയും ചെയ്തു. ഇവിടെയുള്ള പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് താഷ്കെൻഡിൻ്റെ പഴയ നഗരത്തിലാണ്. ഇവിടെ മുൻകാലത്ത് നിരവധി ഇസ്ലാമിക് അത് മദ്രസകളും ചെറിയ പള്ളികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സോവിയറ്റ് കാലഘട്ടത്തിൽ തകരുകയും എന്നിട്ട് സോവിയറ്റ് യൂണിയന് ശേഷം ഇത് ഉസ്ബെക്കിസ്ഥാൻ ഒരു രാജ്യമായിട്ട് വന്നപ്പോൾ അവർ താഷ്കെൻഡിനെ കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് ഇസ്ലാം എന്ന നിലയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു തീരുമാനമെടുക്കുകയും ചെയ്തു. അങ്ങനെ കൾച്ചറൽ ക്യാപിറ്റൽ തീരുമാനം എടുത്തതിന് ശേഷം അവർ പുതിയ ഉണ്ടാക്കിയ ബിൽഡിങ്ങുകളാണ് ഈ കാണുന്നത്. അപ്പോൾ അപ്പുറത്തൊരു വേറൊരു പള്ളിയുണ്ട്, ഇവിടെ ഈ ഒരു പള്ളി വരുന്നുണ്ട്. ഈ ഹസ്രത്ത് ഇമാം എന്ന് പറയുന്നത് 9ാം നൂറ്റാണ്ടിൽ ഇവിടെ ജീവിച്ച ഒരു ഇസ്ലാമിക പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ പേര് അബൂബക്കർ ഷൂഷി എന്നല്ലേ? ഷൂഷി എന്ന് പറയുന്ന ഒരു ഇമാമ് ഇവിടെ ജീവിച്ചിരുന്നു. അപ്പോൾ അന്ന് സിൽക്ക് റൂട്ടിലെ പ്രധാനപ്പെട്ട ഒരു താവളമായിട്ട് ഇവിടെ ഒരു മദ്രസ ഉണ്ട്. ബാക്ക് ഭാഗത്ത് കാണാൻ പറ്റും. അതൊരു ഒരു ഇസ്ലാമിക് സെമിനാരിയും മറ്റു വിദ്യാർത്ഥികളൊക്കെ പഠിക്കാനൊക്കെ താമസിക്കുകയും ചെയ്യുന്ന സ്ഥലമായിട്ട് അതും ഉണ്ടായിരുന്നു. ഇതൊക്കെ സമീപകാലത്ത് പുനർനിർമ്മിച്ചാണ്. ഇപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത് ഈ ബിൽഡിങ്ങാണ്. ഇവിടുത്തെ ഒരുപാട് പഴയ ഖുർആൻ കോപ്പികൾ സൂക്ഷിച്ചിട്ടുള്ളൊരു മ്യൂസിയമാണ്. ഇതിനകത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്തുള്ള എഴുതപ്പെട്ട 5 പ്രതികളിൽ ഒന്ന് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് കാണാം. അതായത് പുരാതന ഖുർആന്റെ ഏറ്റവും എഴുതി എന്ന് പറയുന്നത് അല്ലേ? ഈ പുരാതന ഖുർആന്റെ 5-6 കോപ്പികൾ ഒന്നാണ്. അതെ, അതിന്റെ ഫാക്സിമിലി റഷ്യ ഉണ്ടാക്കിയിട്ട് 50 കോപ്പികൾ ഉണ്ടാക്കിയിട്ട് ലോകത്തിന്റെ പല ഭാഗത്ത് കൊടുത്തയച്ചിട്ടില്ല. അതിന്റെ കോപ്പി ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ള ഖുറാന്റെ ഏറ്റവും പുരാതനമായ കയ്യെഴുത്ത് പ്രതിയുടെ ഫാക്സിമിലി കോപ്പിയാണിത്. ഒറിജിനൽ കയ്യെഴുത്ത് പ്രതി അവിടെ വെച്ചിട്ടുണ്ട്, പക്ഷേ അത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ നിർവാഹമില്ല. അതിൻ്റെ ഫാക്സിമിലി കോപ്പിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് റഷ്യ ഉണ്ടാക്കി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചു. അതിലൊരെണ്ണമാണ് ഇവിടെയുള്ളത്. കെട്ടിടങ്ങൾക്ക് പുറമെ ഹസ്രത്തി ഇമാം സമുച്ചയത്തിൽ പൗരസ്ത്യ കയ്യെഴുത്തു പ്രതികളുടെ ഒരു ലൈബ്രറിയും ഖലീഫ ഉസ്മാൻ ഖുറാനും ഉണ്ട്. ഖുറാനിൽ 353 കടലാസ് ഷീറ്റുകളുണ്ട്. ഖുറാൻ ആദ്യം മദീനയിലും പിന്നീട് ഡമാസ്കസിലും ബാഗ്ദാദിലും സൂക്ഷിച്ചു. 14ാം നൂറ്റാണ്ടിൽ അമീർ തൈമൂറാണ് ഖുറാൻ ബാഗ്ദാദിൽ നിന്നും സമർഖണ്ഡിലേക്ക് കൊണ്ടുവന്നത് എന്ന് പറയപ്പെടുന്നു. 1869 ഉസ്മാൻ ഖുറാൻ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് കൊണ്ടുപോകുകയും അതിൻ്റെ ആധികാരികത അവിടെ സ്ഥിരീകരിക്കുകയും ചെയ്തു. പിന്നീട് അത് അവിടെ നിന്ന് ഉഫയിലേക്ക് മാറ്റി. തുടർന്ന് ഉസ്മാൻ ഖുറാൻ താഷ്കെൻഡിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ ഹസ്രത്തി ഇമാം കോംപ്ലക്സിലാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. മതഗ്രന്ഥങ്ങളുടെ നിരവധി കയ്യെഴുത്ത് പ്രതികളും പുരാതന ചിത്രങ്ങളുമൊക്കെ തന്നെ ഈ മ്യൂസിയത്തിൽ കാഴ്ചക്കാർക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഈ മ്യൂസിയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇനി ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഭക്ഷണം കഴിക്കാൻ പോയിട്ട് ഇവിടെ ഒരു പ്രസിദ്ധമായൊരു മാർക്കറ്റ് ഉണ്ട്, ചൂറോ മാർക്കറ്റ്, അങ്ങനെ എന്താണെന്ന് പേര് ഞാൻ കൃത്യം പറയാം. പിന്നെ വേൾഡ് ഫേമസ് മാർക്കറ്റാണ്. ആ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഇനി പോകണം, ഭക്ഷണം കഴിക്കണം. താഷ്കെൻഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് ഒരു പ്രത്യേക വികാരമുള്ള സ്ഥലമാണ് താഷ്കെൻഡ്. കാരണം നിങ്ങൾക്കറിയാം, നമ്മുടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ വെച്ച് ഹോട്ടലിൽ വെച്ച് മരണപ്പെടുകയും അതിപ്പോഴും അത് മരണമാണോ കൊലപാതകമാണോ എന്നുള്ള ചർച്ചകളും സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു സ്ഥലമാണ് താഷ്കെൻഡ്. ശാസ്ത്രി, ലാൽ ബഹദൂർ ശാസ്ത്രി, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പാർക്കൊക്കെ ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതൊക്കെ നമുക്ക് കാണാം. താഷ്കെൻഡ് നഗരത്തിൽ കൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ വലിയൊരു നഗരം തന്നെയാണ് താഷ്കെൻഡ്.
ഇലക്ട്രിക് ബസ്സുകളും പൊതു ഗതാഗത സൗകര്യങ്ങളുമൊക്കെ തന്നെ മികച്ച രീതിയിൽ ഉണ്ട്. ട്രാമും മെട്രോയും അടക്കമുള്ള പൊതുഗതാഗത സൗകര്യങ്ങൾ നമുക്ക് ഈ നഗരത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ മൾട്ടിനാഷണൽ കമ്പനികളുടെയും കോർപ്പറേറ്റുകളുടെയും ഓഫീസുകളും വ്യാപാര സ്ഥാപനങ്ങളുമൊക്കെ തന്നെ ഈ നഗരത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് വേറൊരു കാര്യമാണ്. ഒരു കാലത്ത് റഷ്യയുടെ ഭാഗമായിരുന്ന റഷ്യൻ ഭരണത്തിന് കീഴിലായിരുന്ന ഈ നഗരത്തിൽ എവിടെയും സ്റ്റാലിൻ്റെയോ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിൻ്റെയോ യാതൊരുവിധ സൂചനകളും വച്ചിട്ടില്ല. കാരണം കാണുന്നിടത്ത് മുഴുവൻ അമീർ തിമൂറിൻ്റെ പ്രതിമകളും ചിത്രങ്ങളും പേരുകളും മാത്രമാണ് എല്ലായിടത്തും കാണുന്നത്. അതെന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി. നമ്മുടെ ഈ മുമ്പിൽ കാണുന്നതാണ് പ്രസിദ്ധമായ റഷ്യൻ ടെലിവിഷൻ ടവർ. ഒരുപക്ഷേ റഷ്യൻ ഭരണത്തിൻ്റെ ഏക അവശേഷിക്കുന്ന ഓർമ്മ എന്ന് പറയുന്നത് ഈ ഒരു ടവർ മാത്രമായിരിക്കാം. അതാണ് നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്നത്. അതെ, ഇവിടെയാണ് മാംസാഹാരപ്രിയരുടെ പർദീസയിലേക്കാണ് നമ്മളിപ്പോൾ നടന്നു കയറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഒരേ സമയം ഭക്ഷണം പാകം ചെയ്യുന്നത്. അതിൻ്റെ അവരുടെ പ്രത്യേക രീതിയിലുള്ള പാചകം നമുക്ക് നേരിട്ട് കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ഭാഗത്തുണ്ട് ബേഷ് പ്രസ്വാനി. ഇവിടെ ഇപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ക്ലീനിങ് തുടങ്ങി. ഹോട്ടലിൻ്റെ കിച്ചണും ഇതിൻ്റെ പ്രിപ്പറേഷൻ സ്ഥലമൊക്കെ നമുക്ക് കാണാം. അത് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ വെച്ചാണ് ഇവർ ഉസ്ബെക്കിസ്ഥാനിലെയും താഷ്കണ്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പുലാവ് സെൻ്ററാണിത്. ഇവിടെ മീറ്റ് പുലാവാണ്. മീറ്റ് പുലാവ് ആണെങ്കിൽ പോലും അതിൻ്റെ നമുക്ക് വിത്തൗട്ട് മീറ്റും കിട്ടും. ഒരു പ്രിപ്പറേഷൻ ഇവിടെ ഇങ്ങനെ ഓപ്പൺ കിച്ചണിലാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ നടക്കുന്നത്. ഇവിടെ പറയുന്നതനുസരിച്ച് ഇവർ പ്രിപ്പയർ ചെയ്ത് നമുക്ക് തരും. ഇവിടെ ഇപ്പോൾ ഇത് കണ്ടിന്യൂസ് ഇങ്ങനെ 24 hours ഇങ്ങനെ കണ്ടിന്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം ഉണ്ടാക്കുന്നൊരു പ്രോസസ്സിലാണ് ഇവർ. ആ പ്രോസസ്സിൽ വെച്ച് പുലാവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുലാവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരോ സ്റ്റേജിൽ അങ്ങനെ മീറ്റ് ഇടാതെയും ഒക്കെ തന്നെ ഓരോ സ്റ്റേജിൽ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കംപ്ലീറ്റ് ബ്രെഡാണ്. പലതരത്തിലുള്ള ബ്രെഡ് ഓവനിൽ നിന്ന് ബ്രെഡ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ബ്രെഡ്, പ്ലാവ്, അതോടൊപ്പം തന്നെ അതിൻ്റെ ജ്യൂസും ഒക്കെ തന്നെയാണ് ഇവിടെ കഴിക്കാൻ വേണ്ടിയുള്ളത്. ടിക്ടോക്കിലുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. ആണോ? ഓരോരോ സ്റ്റേജിൽ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അത്രയും അടുപ്പുകളിൽ പുലാവ് ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇത് താഷ്കണ്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്.
ഇതിൽ ഇവിടെ ഇരുത്തിയിട്ടാണ് ഇതിങ്ങനെ, ഇവിടെയാണ് ഇതിൻ്റെ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത്. ഓ, ഇത് ഞാൻ ഇഷ്ടംപോലെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഉസ്ബെക്കിസ്ഥാൻ പുലാവ് അത് കഴിക്കുകയാണ്. ഇത് മീറ്റ് പുലാവ്, ഇത് മീറ്റ് ഇല്ലാത്ത പുലാവ്. ഇതിൻ്റെ ഉള്ളിൽ ഇതേ രീതിയിൽ ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. മുകളിലിരുന്ന് കഴിക്കാം. നമ്മൾ പുറത്തിരുന്ന് കഴിച്ചു. ഇവിടെ ഇങ്ങനെ ഉള്ളിലിരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പുറത്തിരുന്ന് കഴിക്കുന്നതാണ് കുറച്ചും കൂടി ഒരു ആംബിയൻറ്റ് രസമുള്ളത്. അങ്ങനെ പുലാവൊക്കെ കഴിച്ച് ഇനി ഞങ്ങൾ ആ പ്രസിദ്ധമായ ടെലിവിഷൻ ടവറും ബാക്കി കാഴ്ചകളിലേക്കും പോവുകയാണ്. ആ കാഴ്ചകളിലേക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.